അപ്പോൾ നമ്മളിനി പോകുന്ന തൃപ്പൂണിത്തുറയിലേക്കാണ് അല്ലേ? സജു ചാമക്കാല അവിടെ തയ്യാറായി നിൽപ്പുണ്ട്. UDF സ്ഥാനാർത്ഥി ദീപക് ജോയിയുടെ പ്രചാരണം പുരോഗമിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ എന്താണെന്ന് സജുവിനോട് തന്നെ ചോദിക്കാം. സജു, തൃപ്പൂണിത്തുറയിൽ ഇത്തവണ UDF ഇറക്കിയിരിക്കുന്നത് ചെറുപ്പക്കാരനായ ദീപകിനെയാണ്. എന്തായാലും മുതിർന്ന നേതാവ് കെ ബാബുവിന് പകരമായി UDF നിർത്തുന്നത് ദീപകിനെയാണ്. എത്രത്തോളം ആത്മവിശ്വാസത്തിലാണ് ദീപക്? എന്തൊക്കെ വിവരങ്ങൾ നൽകാൻ കഴിയും ഇപ്പോൾ? കവിത, തീർച്ചയായിട്ടും വലിയ ആവേശത്തിലാണ് പ്രവർത്തകരും ഒപ്പം തന്നെ സ്ഥാനാർത്ഥികൾ. ഇപ്പോൾ ഇവരുടെ വാഹന പ്രചരണ ജാഥ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. തൃപ്പൂണിത്തുറ പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നും തൃപ്പൂണിത്തുറ ക്ഷേത്രം വരെയാണ് ഇന്നത്തെ പ്രചാരണം ആരംഭിക്കാൻ പോകുന്നത്. സ്ഥാനാർത്ഥി നമ്മോടൊപ്പം ചേരുകയാണ്. നമുക്ക് അതേക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കാം എത്തരത്തിലാണ് അവരുടെ പ്രചാരണ രീതികൾ, എത്രത്തോളം ആവേശമുണ്ട്? വലിയ ആവേശത്തിലാണ് പ്രവർത്തകർ. തീർച്ചയായിട്ടും ഇന്നലെയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം, രാത്രിയാണ് വന്നത്. ഇന്ന് രാവിലെ തൊട്ട് തൃപ്പൂണിത്തുറ പൂർണ്ണത്രേശ്വര അമ്പലത്തിൽ തൊട്ട് തുടങ്ങി പ്രവർത്തനം. ഈദ്ഗാഹുകളിൽ പങ്കെടുത്തു, ബിഷപ്പ് ഹൗസിൽ പോയി. തീർച്ചയായും വലിയ ആവേശത്തിലാണ് പ്രവർത്തകർ. വലിയ വിജയം നേടും. എതിർ സ്ഥാനാർത്ഥിയെ കഴിഞ്ഞ വട്ടം രണ്ടുപേരും വൈപ്പിനിലായിരുന്നു. ഇത്തവണ രണ്ടുപേരും തൃപ്പൂണിത്തുറയിലേക്ക് എത്രത്തോളം ആത്മവിശ്വാസം നേടുന്നത്? അവിടെ നിന്ന് എന്തുകൊണ്ട് MLA മാരെല്ലാം മത്സരിച്ച് സിറ്റിംഗ് MLA മാർ എന്തുകൊണ്ട് വേറൊരു മണ്ഡലം തേടി വന്നു എന്നുള്ളത് ജനം തീരുമാനിക്കേണ്ടതാണ്. കഴിഞ്ഞ തവണ അദ്ദേഹത്തോട് വൈപ്പിലിന് പരാജയപ്പെട്ടത് 8000-ലധികം വോട്ടുകൾക്കാണ്. ഇത്തവണ ഈ തൃപ്പൂണിത്തുറയിൽ വലിയ വിജയം പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇത്തവണ തൃപ്പൂണിത്തുറയിൽ നിന്ന് അതിനേക്കാട്ടും വലിയ വിജയത്തിൽ UDF ജയിക്കും. ഈ തൃപ്പൂണിത്തുറയെ BJP വലിയൊരു സ്വാധീനമുള്ള ഒരു നിയോജക മണ്ഡലമാണ്. അപ്പോൾ BJPയുടെ സ്വാധീനം എത്രത്തോളം ഈ ഒരു തെരഞ്ഞെടുപ്പിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്? ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അറിയാലോ, തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലെല്ലാം UDFന് വലിയ വിജയം സമ്മാനിച്ച ജില്ലയുമാണ് ഈ തൃപ്പൂണിത്തുറ നിയോജകമണ്ഡലത്തിലും വലിയ വിജയം നേടിയിട്ടുണ്ട്. അപ്പൊ ആ റിസൾട്ട് എല്ലാം ഇതിനകത്ത് പ്രതിഫലിക്കും. നിലവിലെ MLA കെ ബാബുവിന് കഴിഞ്ഞ തവണ 2021 991 വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത്. വലിയൊരു വിജയമായിരുന്നു അന്ന് പ്രതീക്ഷിച്ചെങ്കിൽ പോലും വളരെ കുറഞ്ഞ വോട്ടുകൾക്കാണ് വിജയം ഉണ്ടായത്. അപ്പോൾ അതിൽ നിന്ന് വലിയൊരു മാറ്റം ഇത്തവണ പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും വലിയ മാറ്റം ഉണ്ടാവും. ജനം ഈ ഗവൺമെന്റ് ഇതിനെതിരെ വോട്ട് ചെയ്യാൻ വേണ്ടി രംഗത്ത് നിൽക്കുകയാണ്. തീർച്ചയായിട്ടും ആ പ്രതിഫലനം ഈ തെരഞ്ഞെടുപ്പിലുണ്ടാവും. സ്വാഭാവികമായിട്ടും പ്രതിപക്ഷ നേതാവ് പറയുന്നത് 100+100-ൽ പരം സീറ്റുകളോടെ UDF ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുമെന്നാണ്. അപ്പോൾ 14 നിയോജക മണ്ഡലങ്ങളാണ് എറണാകുളം ജില്ലയിലുള്ളത്. അപ്പോൾ എത്ര സീറ്റുകൾ അല്ലെങ്കിൽ എത്ര ഇടങ്ങളിലുള്ള വിജയമാണ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നത്? പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ തന്നെ 100-ൽ പരം സീറ്റുകളിൽ നിന്ന് തന്നെ വലിയ വിജയം UDFനുണ്ടാവും. അതിന് ഏറ്റവും കൂടുതൽ 100-ൽ 100% വിജയം നൽകുന്ന ജില്ല എറണാകുളം ജില്ലയായിരിക്കും. തീർച്ചയായിട്ടും 100-ലധികം സീറ്റുകളോടുകൂടി പ്രതിപക്ഷ നേതാവ് പറയുന്നത് പോലെ 100-ലധികം സീറ്റുകളോടുകൂടി ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുമെന്നാണ് ഇപ്പോൾ സ്ഥാനാർത്ഥി നമ്മോട് പങ്കുവയ്ക്കുന്നത്. തൃപ്പൂണിത്തുറയിൽ നിന്നുള്ള വിവരങ്ങളാണ് സജു ചാമ്പക്കാലയിൽ നൽകിയത്. UDF സ്ഥാനാർത്ഥിക്കൊപ്പമായിരുന്നു സജു ഉണ്ടായിരുന്നത്. അവിടെയും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് സ്ഥാനാർത്ഥി ഉള്ളത് എന്ന് വേണം പറയാൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.